അടുത്ത നീറ്റ് എക്സാമിൽ കേരളത്തിലെ മറ്റേതൊരു കുട്ടിയേക്കാൾ എഡ്ജുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. എൻട്രൻസ് കോച്ചിങ്ങിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഈ വർഷം എത്ര എഫേർട്ട് ഇടുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ റാങ്കിനെ നിശ്ചയിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ചിന്തയെ വലുതാക്കുന്ന, വികസിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പൊ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ ബ്രെയിനെ ഈ രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾ ഇമ്പ്രൂവ് ആവുകയാണ് വേണ്ടത്. നിങ്ങൾ കുറേ ക്ലാസ് കേൾക്കുകയല്ല വേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, അടുത്തൊരു വർഷം നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ 60-ലധികം ആൾക്കാരുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ 2 പേർക്ക് മാത്രമാണ് നീറ്റ് കിട്ടിയത്. ഏകദേശം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഒരുപാട് കുട്ടികളുണ്ട്. അവരെല്ലാം ഒരേ അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. അവരെല്ലാം പഠിക്കുന്നത് ഒരേ ക്ലാസ് റൂമുകളിലാണ്, ഒരേ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. എന്നിട്ടും ചിലർക്ക് മാത്രം അടിപൊളി റാങ്ക് കിട്ടുന്നു, പലരും റാങ്കിലേക്ക് എത്താതിരിക്കുന്നു. ഇവിടെയാണ് ആസ് എ റിപ്പീറ്റർ നിങ്ങൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടുന്ന അടുത്തൊരു വർഷത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ റിപ്പീറ്റിൻ്റെ തുടക്കമാണ്. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതൊക്കെ മനസ്സിരുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഇയർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മികച്ചൊരു റാങ്കിലേക്ക് അടുത്ത നീറ്റ് എക്സാമിൽ കേരളത്തിലെ മറ്റേതൊരു കുട്ടിയേക്കാൾ എഡ്ജുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ നമുക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തേതും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങളുടെ അടുത്ത വർഷത്തേക്കുള്ളൊരു പ്രോപ്പറായിട്ടുള്ള ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ക്ലാരിറ്റിയോടുകൂടി അടുത്ത വർഷം എൻ്റെ റാങ്ക് എത്ര വേണം, ഞാൻ 100-നകത്ത് വേണം, അല്ലെങ്കിൽ 10-ൻ്റെ ഉള്ളിൽ വേണം. അങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു പ്ലാൻ, നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ സെറ്റ് ചെയ്യാം. അതിന് കൂടെ തന്നെ നമ്മളെ മറ്റാരുമായിട്ടും കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് റിപ്പീറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ പല കുട്ടികളും ഭയങ്കരമായിട്ട് സെൽഫ് ഡൗട്ടായി പോകുന്ന കാര്യം, ഞങ്ങളെ കൊണ്ട് പറ്റുമോ? കാരണം ഞങ്ങൾ +2 ഒന്നും പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെക്കാൾ നന്നായിട്ട് +2 ഒക്കെ പഠിച്ച, ഹയർ സെക്കൻഡറി പഠിച്ച് ഭയങ്കര അന്നേ ലെവലുള്ള കുട്ടികളുണ്ടാവൂലേ? അതുപോലെ ഒരുപാട് റിപ്പീറ്റേഴ്സ്, വീണ്ടും ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവൂലേ? അപ്പോൾ അവർക്കൊക്കെ ഓൾറെഡി പല കാര്യങ്ങളും നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ എന്നെക്കാൾ എഡ്ജ് അവർക്കല്ലേ കിട്ടാൻ സാധ്യത കൂടുതൽ എന്നൊക്കെയുള്ള അനാവശ്യമായ സെൽഫ് ഡൗട്ടുകൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളെ, അതിലൊന്നും ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ നിങ്ങൾ പഠിക്കുന്ന കാര്യവും ഈ ഒരു വർഷം നിങ്ങൾ എങ്ങനെ ആ പഠനത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളതും മാത്രമാണ് റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്ന കാര്യം. നോക്കൂ, ഒരു ഉദാഹരണം ഞാൻ തന്നെ പറഞ്ഞുതരാം. +2 എക്സാമിന് നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ച, വളരെ പ്രോപ്പറായിട്ട് പഠിച്ച ഒരുപാട് ടോപ്പിക്കുകളൊക്കെ ഉണ്ടല്ലോ. അത് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, നിങ്ങൾ മറന്നിട്ടുണ്ട് അല്ലേ? ഇതുപോലെ തന്നെയാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം നന്നായി പഠിച്ച പലതും ഈ വർഷം നിങ്ങൾ നല്ലൊരു ശതമാനം മറന്നതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താലും റിപ്പീറ്റ് ചെയ്താലും ഒക്കെ അവർ പഠിച്ചതിൻ്റെയും വലിയൊരു ശതമാനം അവർ മറന്നിട്ടുണ്ട്. ഈ ഒരു വർഷം അവരെങ്ങനെ അതിനെ വീണ്ടും റിവൈസ് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ വീണ്ടും പഠിച്ചെടുക്കുന്നു എന്നത് മാത്രമാണ് അവർക്കായാലും നമുക്കായാലും റിസൾട്ട് തരുന്നത്. സോ അത്തരത്തിലുള്ള ഡൗട്ട്സിലേക്കൊന്നും പോവാതിരിക്കുക. നിങ്ങൾ കേരളത്തിലെ റിസൾട്ട് എടുത്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ തവണയും റിപ്പീറ്റേഴ്സിന് മാത്രം റാങ്ക് കിട്ടേണ്ടത്. സോ ഇറ്റ് വോണ്ട് ഹാപ്പൻ. റിപ്പീറ്റ് ചെയ്യുന്ന ആളായാലും റിപ്പീറ്റ് ചെയ്യുന്ന ആളായാലും ഒക്കെ ഈ വർഷം എത്ര എഫേർട്ട് ഇടുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ റാങ്കിനെ നിശ്ചയിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അത്തരം സെൽഫ് ഡൗട്ടിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ തുടക്കം മുതൽ തന്നെ പ്രോപ്പറായിട്ട് അത്രയും പെർഫെക്റ്റായിട്ട് ക്ലാസ്സിൻ്റെ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം മുതൽ തന്നെ പഠിച്ച് തുടങ്ങുക. ആ ഒരു രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മികച്ച റാങ്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. മക്കളെ, നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെയല്ല നീറ്റിന് പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കുന്ന ഓരോ കോൺസെപ്റ്റുകളും, ഓരോ സബ്ജക്റ്റിലെയും ചാപ്റ്ററുകൾ അതിൻ്റെ ഏറ്റവും ബേസിക് ലെവൽ മുതൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഏറ്റവും ബേസ് മുതൽ എന്താണോ നിങ്ങളൊരു +1 ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന് ചിലപ്പോൾ അതിലും താഴെ നിന്ന് ഏറ്റവും ബേസ് മുതൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു തരും നിങ്ങൾക്ക്. പക്ഷേ ആ നമ്മൾ പഠിപ്പിച്ചു തരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ ഏറ്റവും കോർ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സ്കൂളിലെ പരീക്ഷയ്ക്ക് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതുതന്നെ നമ്മൾ കോൺസെപ്റ്റിൻ്റെ അതിൻ്റെ ഒരു ഡെപ്തിലൊന്നും അറിയേണ്ട കാര്യമില്ല, ബേസിലൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് എക്സാമിന് ചോദിക്കുന്ന രീതി എങ്ങനെയാണോ ആ രീതിക്ക് പഠിച്ചു പോയിട്ട് എഴുതുക എന്നുള്ളതേ നടക്കുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് ഓരോന്നും കുറച്ചുകൂടെ നല്ല ഡെപ്തിൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. അതിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലായിട്ടുണ്ടാവും വേണം.
നമ്മൾ എൻട്രൻസിൻ്റെ കേസിൽ കോച്ചിങ് എന്നാലേ പറയാം. നമ്മൾ സ്കൂളിലൊക്കെ ടീച്ചിങ് എന്നാണ് കേട്ടിട്ടുള്ള, എൻട്രൻസിനെ പറ്റി കോച്ചിങ് എന്ന് പറയാം. എന്താ വ്യത്യാസം ഒരു കോച്ചും ടീച്ചറും തമ്മിൽ? ടീച്ചറുടെ എഫേർട്ട് ഇട്ട് ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷെ കോച്ചിങ്ങിൽ സംഭവിക്കുക എന്താ? കോച്ച് നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ? ശരിക്കും എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒരു മീനിങ് അതാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് കൂടുതലായിട്ട് വേണം. ടീച്ചേഴ്സ് ഇപ്പോൾ എജുപോർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും ബേസ് നിന്നാണ് പഠിപ്പിക്കുന്നത്, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ കൂടുതൽ സമയം സെൽഫായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ എജുപോർട്ടിൽ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ സമയം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 4.5 hour മാത്രമാണ് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സസ് തരുന്നതെങ്കിൽ ബാക്കി മുഴുവൻ സമയം നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കുന്ന, കാരണം കൂടുതൽ സമയം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ടത്, നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ കൂടെ മാറുക എന്നുള്ളത് കോച്ചിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു റിയലൈസേഷനാണ്. എന്താണെന്ന് വെച്ചാൽ, തുടക്കം മുതൽ തന്നെ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും ചിലപ്പോൾ നമുക്ക് ഫുൾ ലെവലിൽ കോൺസെപ്റ്റുകൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ പ്രത്യേക കാര്യമൊന്നുമല്ല കേട്ടോ. പ്രോബ്ലം സോൾവിങ് ആണ്. കുറേ തരത്തിലുള്ള, ഒരാൾ മുകളിൽ നിന്ന് ചാടുന്നു, അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരാൾ ബോൾ എറിയുന്നു, അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്ര ഹൈറ്റിൽ ചാടിയാലാണ് ബോൾ പിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വേറൊരാൾ എത്ര വെലോസിറ്റിയിൽ ബോൾ എറിഞ്ഞാലാണ് ഇയാൾക്ക് ചാടി പിടിക്കാൻ പറ്റുക, ഇങ്ങനത്തെ ഒരു കടങ്കഥ പോലെയുള്ള ചോദ്യങ്ങളാണ് ഫിസിക്സിലൊക്കെ കൂടുതലായിട്ട് വരുന്നത്. ഈ ചോദ്യങ്ങളെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളെന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ഓപ്ഷൻസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസ്, 4 ഓപ്ഷനിൽ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടാലും ചിലപ്പോൾ ഫുള്ളായിട്ട് റെഡി ആയിക്കൊള്ളുന്നില്ല, ആ ഒരു ഫുൾ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഉറപ്പിച്ച് പറയാം, ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾ ഇമ്പ്രൂവ് ആവും ഇഫ് യു ട്രൈ. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആദ്യത്തെ ദിവസമൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ കിട്ടുകയില്ല. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ടീച്ചർ പറഞ്ഞു തരുന്നത് നോക്കി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ കീ നോക്കിയിട്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആൻസർ വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിലുണ്ടാവും. നിങ്ങളുടെ ആൻസർ കീയുടെ ഭാഗത്ത്, ആൻസർ കിട്ടുന്ന ഭാഗത്തുണ്ടാവും നിങ്ങളുടെ മെറ്റീരിയലിലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എജുപോർട്ടിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുക. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് ദിവസം നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാകും. പക്ഷെ ആ സ്ട്രഗിൾ നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രോബ്ലങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഒരു ലെവല്, എന്താ വെച്ചാൽ നമ്മളൊരു ചിന്തയെ വലുതാക്കുന്ന, വികസിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ ബ്രെയിനിനെ ഈ രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ചാൽ യു വിൽ ഇംപ്രൂവ് യുവർ സെൽഫ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ ഈ ഒരു കേസ് വരുമ്പോൾ നമുക്ക് കോൺസെപ്റ്റുകൾ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന ലെവലിൽ നമുക്ക് മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റാതിരിക്കുക. ആ സമയത്ത് ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഐ എം ഡാമിന് ഷുവർ, ഒരു 110% ഗ്യാരണ്ടി പറയാം, 2-3 വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ 1 മന്ത് മാക്സിമം നിങ്ങൾ എത്തിപ്പെടും. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാൻ ഒരിക്കലും മടി കാണിക്കേണ്ട. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് കോച്ചിങ്ങിന് പോകുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞുതരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മൾ എജുപോർട്ടിലൊക്കെ ടീച്ചേഴ്സ് എത്ര സമയം വേണമെങ്കിലും കുട്ടികൾക്ക് ഡൗട്ട്സ് പറഞ്ഞു കൊടുക്കാൻ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ടീച്ചർ എന്ത് വിചാരിക്കും, ഞാൻ ഡൗട്ട് ചോദിച്ചാൽ എന്നെ പറ്റി എന്ത് കരുതും, അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാതെ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പക്ക പ്രോപ്പറാക്കുക. ഒരിക്കലും ഇതൊന്നും ബാക്ക്ലോഗ്സ് ആയിട്ട് വെക്കാതിരിക്കുക. ബാക്ക്ലോഗ്സ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് എൻട്രൻസ് കോച്ചിങ്ങിലെ വില്ലൻ എന്ന് പറയുന്നത്. അതായത് പഠിച്ചു തീരാൻ ബാക്കി ഉണ്ടാവാതിരിക്കുക, ഒന്നും പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അവോയ്ഡ് ടൂ മച്ച് റിസോഴ്സസ്. ചില കുട്ടികളുണ്ട്, നമ്മൾ ഒരു ക്ലാസ് നോട്ട് തരുന്നു, അതിൻ്റെ കൂടെ നമ്മൾ നിങ്ങൾക്കൊരു മെറ്റീരിയൽ തരുന്നു, നിങ്ങൾ പഠിക്കുന്ന കോച്ചിങ് സെൻറ്റേഴ്സ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് തരുന്നു. അതിന് പുറമെ ഒരു പുസ്തകമൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഫിസിക്സൊക്കെ പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ശരി. ഇപ്പോൾ എജുപോർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അഡാപ്റ്റീവ് ലെവൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി തരുന്നുണ്ട്. അതിന് പുറമെ നിങ്ങൾക്കൊരു ബുക്കിൻ്റെ നീഡ് ഇല്ല. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ബുക്കൊക്കെ സ്വന്തമായിട്ട് വേണമെങ്കിൽ വെക്കാം. അതിനപ്പുറത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പല കുട്ടികളും അയാൾ ഒന്ന് കോച്ചിങ് സെൻറ്ററിൻ്റെ ബുക്കുണ്ട്, അവിടുത്തെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സെൻഗേജിൻ്റെ ഒരു മെറ്റീരിയൽ, പിന്നെ MTGയുടെ വേറെ മെറ്റീരിയൽ, പിന്നെ പ്രദീപ്സിൻ്റെ വേറെ മെറ്റീരിയൽ, പിന്നെ ദിനേശിൻ്റെ വേറെ മെറ്റീരിയൽ. ഇതൊക്കെ ഓരോ മെറ്റീരിയൽ കമ്പനികളാണ് കേട്ടോ പുസ്തകത്തിന്. ഇങ്ങനെ 10 പുസ്തകങ്ങൾ, നെവർ യൂസ് ഇറ്റ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ക്ലാസ് കേൾക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബിൽ വേറെ ക്ലാസ് കാണുന്നു, അത് കഴിഞ്ഞിട്ട് വേറെ വീഡിയോ ക്ലാസ് കാണുന്നു. പ്ലീസ് 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 ഡോണ്ട് ഡൂ ദിസ്. ഇറ്റ് വിൽ റൂയിൻ യുവർ ടൈം. നിങ്ങളുടെ ടൈം വെറുതെ നഷ്ടപ്പെടും. ബിലീവ് യുവർ ടീച്ചേഴ്സ്. നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ടീച്ചേഴ്സിനെ ഇൻ എജുപോർട്ട് വി ആർ 100% ഗ്യാരണ്ടി.
1000% ഗ്യാരണ്ടി പറയാം, നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അത്രയും ഏബിൾ ആയിട്ടുള്ള, അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. സോ ബിലീവ് ദം. മറ്റേത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഇമ്പ്രൂവ് ആവുകയാണ് വേണ്ടത്. നിങ്ങൾ കുറേ ക്ലാസ് കേൾക്കുകയല്ല വേണ്ടത്. നിങ്ങൾ യുവർ സെൽഫ് ഇമ്പ്രൂവ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തും. നിങ്ങളെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കും. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ഔട്ടായി പോകുന്നൊരു കേസ് സംഭവിക്കും. അതുകൊണ്ട് ടൂ മച്ച് റിസോഴ്സസിലേക്ക് പോകുന്നത് ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് റിസോഴ്സ് യൂസ് ചെയ്യുകയും ഒരു എക്സ്ട്രാ ബുക്ക് ഓക്കെയാണ്, അതിൽ കൂടുതൽ യൂസ് ചെയ്യല്ലേ, അത് യൂസ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് അതിലെ എല്ലാ ലെവൽ ചോദ്യങ്ങളും ചെയ്യുക, അങ്ങനെ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്ത് പഠിക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ പ്രോബ്ലങ്ങൾ ആദ്യം ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് ലെവൽ കൂട്ടി കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. പല കുട്ടികളെയും കണ്ടിട്ടുണ്ട് ഹൈ ലെവൽ ചോദ്യങ്ങളൊക്കെ മാത്രം ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഏറ്റവും സിമ്പിൾ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എജുപോർട്ട് ഈ ഒരു അഡാപ്റ്റീവ് ലേണിംഗ് ടെക്നോളജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്കിലെ ഏറ്റവും ബേസിക് ചോദ്യങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. നമ്മൾ കമ്പ്യൂട്ടറിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കിട്ടുന്നത് ഏറ്റവും ബേസ് ലെവൽ ചോദ്യമായിരിക്കും. ആ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതേ ലെവലിലുള്ളൊരു ചോദ്യമാണ് തരിക. ആ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ ആൻസർ സൊല്യൂഷനൊക്കെ നോക്കിക്കൊണ്ട് അതെങ്ങനെയാണ് ഉത്തരം വന്നത് നിങ്ങൾ മനസ്സിലാക്കും. ശരി, എന്നിട്ട് അതേപോലത്തെ വീണ്ടും ഒരു ചോദ്യം തരും. നിങ്ങൾക്കിത് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ മാത്രം അതേപോലത്തെ വീണ്ടും ഒരു ചോദ്യം തരും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ചോദ്യത്തിലെ നിങ്ങളുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് അടുത്ത ലെവൽ ചോദ്യം നിങ്ങൾക്ക് തരിക. എന്നിട്ട് അടുത്ത ലെവൽ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നേരെ അതിൻ്റെ അടുത്ത ലെവൽ തരും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ വീണ്ടും അതേ ലെവലിലുള്ള മറ്റൊരു ചോദ്യം തരും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ വീണ്ടും അതേ ലെവലിലുള്ള മറ്റൊരു ചോദ്യം തരും. അതായത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മുടെ ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാൻ. അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അതിൻ്റെ കൂടെ തന്നെ അനാവശ്യമായ ടൂ മച്ച് റിസോഴ്സസിലേക്കുള്ള ഓട്ടം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. അടുത്ത കാര്യം, ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിട്ട് പഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം കാമായിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾ ഒരിക്കലും, ഞാൻ പലപ്പോഴും കുട്ടികളെ കണ്ടിട്ടുണ്ട്, നമുക്ക് ടൈം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിട്ട് ആകെ പഠിക്കും. പക്ഷേ അങ്ങനെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ മനസ്സിലത് നിൽക്കില്ല, നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇരുന്ന് പഠിക്കുകയാണ്. ഇപ്പോൾ എജുപോർട്ടിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, 4 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് എടുത്തത് പഠിക്കാൻ മോർ ദാൻ ഇനഫ് ടൈമുണ്ട്. സോ ഗൈസ്, വളരെ കാമായിട്ട് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പഠനത്തിലെ ഹാപ്പിനെസ് കണ്ടെത്താനും ശ്രമിക്കുക. അങ്ങനെ ഈ പഠനത്തിലെ ഹാപ്പിനെസ് കണ്ടെത്തുക, നമ്മൾ ഓരോന്നും വളരെ നന്നായിട്ട് അതിൻ്റെ ഏറ്റവും ബേസിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു രസം കിട്ടും, ഒരു ഫീൽ കിട്ടും. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സോട് കൂടിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ മറ്റൊരു ഘടകം, എൻട്രൻസ് കോച്ചിങ്ങിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. റിവിഷൻ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരാഴ്ചയിലെടുത്ത മുഴുവൻ ചാപ്റ്ററുകൾ അല്ലെങ്കിൽ മുഴുവൻ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഈ ആഴ്ച റിവിഷൻ കൂടെ നടത്താൻ പറ്റണം. അന്നന്ന് എടുക്കുന്നത് നിങ്ങൾ അന്നന്ന് പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്ന ടോട്ടൽ സമയത്തിൻ്റെ ഒരു 5-1 സമയമെങ്കിലും മുൻ ദിവസങ്ങളിലെടുത്ത ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മാറ്റി വെക്കുക. എന്തായാലും നിങ്ങളെ കൊണ്ട് റിവിഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കോച്ചിങ് സെൻറ്റേഴ്സിൽ ഇപ്പോൾ നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. എല്ലാ വീക്കിലും നിങ്ങൾക്ക് അതാത് വീക്കിലെ മുഴുവൻ ടോപ്പിക്ക് വരുന്ന റിവിഷൻ പരീക്ഷകളുണ്ടാവും. അപ്പോൾ ആ റിവിഷൻ പരീക്ഷ, അതേപോലെ ഓരോ മാസത്തിലും മന്ത്ലി ടെസ്റ്റുകൾ ഉണ്ടാവും. ആ മാസം എടുത്ത മുഴുവൻ വരുന്ന പരീക്ഷകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് റിവൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നടത്തുന്നതാണ്. പക്ഷേ അതിന് പുറമെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുത്തുകൊണ്ട് എല്ലാ ദിവസവും ടോട്ടൽ നിങ്ങൾ ഒരു ദിവസം ഒരു 8 മണിക്കൂറാണ് പഠിക്കുന്നത്, അതിൻ്റെ 5-1 ടൈം അത് റിവിഷന് മാറ്റി വെക്കണം. എന്നിട്ട് നിങ്ങൾ മറന്നുപോയി തോന്നുന്ന ടോപ്പിക്കുകളൊന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ മിസ്റ്റേക്കുകൾ തിരുത്തുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയകൾ, വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ അത് അടിപൊളിയാക്കി എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ കുട്ടികളെ കണ്ടിട്ടുണ്ട്, അവർക്ക് ചില കുട്ടികൾക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ, അവർക്ക് ചിലപ്പോൾ ബയോളജി കാണാതെ പഠിക്കാൻ നല്ല എബിലിറ്റി ഉണ്ടാവും. പക്ഷേ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പ്രോബ്ലം സോൾവ് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുക, ഈ ബുദ്ധിമുട്ടുള്ള കാര്യത്തെ മാറ്റി വെക്കുകയും എളുപ്പമുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്താ, എളുപ്പമുള്ളത് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും. അപ്പോൾ അതിലേക്ക് അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്, നമുക്ക് 3 സബ്ജക്റ്റ്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 3 ഒരുപോലെ വേണം. അപ്പോൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിലാണ് എൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ അത് പരിഹരിക്കണം, അതിൽ കുറച്ചുകൂടെ അധിക സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ആ പ്രശ്നം ഇപ്പോൾ എനിക്ക് ഒരു
ഒരു ചാപ്റ്ററാണ് എനിക്ക് ബുദ്ധിമുട്ടെങ്കിൽ ആ ചാപ്റ്ററിൽ ഞാൻ കുറച്ചധികം സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മളുടെ പ്രശ്നബാധിതമായിട്ടുള്ള ഏരിയകൾ ഏതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തുന്ന രീതിയിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫൈനൽ തിങ്, നല്ല ഭക്ഷണം കഴിക്കുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക, അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നമ്മുടെ സ്വപ്നത്തിൻ്റെ ക്ലാരിറ്റി, മൂർച്ച കൂട്ടുന്നൊരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഒരു കുറച്ച് സമയം നിങ്ങൾ നല്ല റാങ്ക് കിട്ടുന്നത്, നിങ്ങൾ റാങ്ക് കിട്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന രസകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്, അതൊക്കെ നിരന്തരമായിട്ട് കുറച്ച് സമയം എല്ലാ ദിവസവും രാവിലെ എണീറ്റാൽ കുറച്ച് നേരം ഇരുന്ന സ്വപ്നം കാണുക. അങ്ങനെ സ്വപ്നം കാണുക, അതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കുക. ഇത് രണ്ടും നിങ്ങളെ ഓരോ ദിവസവും നിങ്ങളെ ഭയങ്കര സ്ട്രോങ് ആക്കി മാറ്റും, നിങ്ങളെ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആക്കിയിട്ട് മാറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ആ രീതിയിൽ നിങ്ങളെ പഠനത്തെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും. അപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ തുടക്കത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ തുടക്കം മുതൽ തന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ചൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ എത്താൻ ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ലവ് യു ഓൾ. ബൈ.